എല്ലാ ദിവസവും ഞാനൊരു 12 അല്ലെങ്കിൽ 14 മണിക്കൂർ ഞാൻ റൈഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഈ സെക്കൻഡ് സെറ്റ് ഓഫ് ലഗേജ്, അതായത് നമ്മുടെ മെയിൻ സാഡിൽ ബാഗ്സിനെ കുറിച്ച് നോക്കാം. ഇതിനകത്താണ് എല്ലാ മേജർ ലഗേജും വരാൻ പോകുന്നത്. ഫൈനലി ഇതാണ് ലാസ്റ്റ് സെറ്റ് ഓഫ് ബാഗ്, ഫിഫ്ത്ത് സെറ്റ് ഓഫ് ലഗേജ്. എൻ്റെ ക്രാഷ് ബാർ ബാഗ്സ് ആണ്. ഇതിനകത്ത് വരാൻ പോകുന്നതോ അല്ലെങ്കിൽ വെക്കാൻ പോകുന്ന സാധനങ്ങൾ ബേസിക്കലി ദോസ് വിച്ച് ഐ ഹോപ്പ് ഐ നെവർ യൂസ് ഇൻ ദ എൻറ്റയർ 30 months, ബട്ട് ഇറ്റ് ഷുഡ് ബി ഇൻ എ പ്ലേസ് ദറ്റ് ഇറ്റ് ഈസ് ഈസിലി ആക്സസിബിൾ. So hello everyone and welcome back to the channel Philly on Willy. And I'm Aravind, and today is the 10th of August and we are packing for the Ladakh ride. The Lakshadweep Kochi ഭാഗം ഇതുവരെയുള്ള എപ്പിസോഡുകളിൽ കണ്ടു കാണും. അതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ ബൈക്ക് പ്രിപ്പറേഷൻ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തു. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ എന്തൊക്കെയാണ് ക്യാരി ചെയ്യുന്നത്, പാക്കിംഗ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് പാക്ക് ചെയ്യേണ്ടത്, ഓൾമോസ്റ്റ് ഒരു മാസം ബൈക്കിലുള്ള യാത്ര ചെയ്യുവാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പാക്ക് ചെയ്യണം, അതെങ്ങനെ പാക്ക് ചെയ്യണം, എവിടെ പാക്ക് ചെയ്യണം, അതിനെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു വീഡിയോ. സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. സോ നിങ്ങളിപ്പോൾ കാണുന്നതൊക്കെയാണ് ഞാൻ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരു മാസത്തേക്കുള്ള റൈഡിന് വേണ്ടി. ഒരു മാസം എന്ന് പറഞ്ഞാലും ഓൾമോസ്റ്റ് ആസ് പെർ എൻ്റെ കാൽക്കുലേഷൻസ് 26 ഡേയ്സിനുള്ളിൽ ഞാൻ ഈ റൈഡ് തീർക്കുന്നതായിരിക്കും. അപ്പാർട്ട് ഫ്രം ദിസ് വേറെ ചില കാര്യങ്ങൾ കൂടി ഉണ്ട്. ആക്ച്വലി ലഗേജിൽ കൊണ്ടുപോകാനുള്ള തുണികൾ അത് ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല, എസ്പെഷ്യലി വിൻ്റർ ക്ലോത്ത്സ്. അത് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് ഞാൻ പാക്ക് ചെയ്യും. ബട്ട് ജസ്റ്റ് ഫോർ ദ നോളജ് സേക്ക് ഞാൻ കാണിക്കാൻ പോകാൻ എന്തൊക്കെയായിരിക്കും. ഞാൻ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ലഗേജിലുള്ള ഫസ്റ്റ് ലഗേജാണ് ഈ ഹാർഡായിട്ടുള്ള ടോപ്പ് കേസ്. ബേസിക്കലി ഞാൻ അത് വെക്കാൻ പോകുന്നത് സെൻസിറ്റീവായിട്ടുള്ള ഇലക്ട്രോണിക് സാധനങ്ങളാണ്. ക്യാമറാസ്, ഡ്രോൺസ്, ഇൻസ്റ്റാ 360, പിന്നെ എനിക്ക് കൊണ്ടുപോകാനുള്ള ട്രൈപോഡ്സ് ഫോർ ഡൂയിങ് ഓൾ ദ ഷൂട്ടിംഗ്, അതുപോലത്തെ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇതിനകത്തായിരിക്കും. മോർ ഓവർ ലാപ്ടോപ്പും പിന്നെ ഹാർഡ് ഡ്രൈവ്സ്, പിന്നെ എക്സ്ട്രാ ഉള്ള കേബിൾസ്, ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡിങ് ചാർജർ, ഇതെല്ലാം ഞാൻ ഈ ഒരു ടോപ്പ് കേസിലായിരിക്കും കൊണ്ടുപോകുന്നത്. ടോപ്പ് കേസിൽ കൊണ്ടുപോകാനുള്ള കാരണം വളരെ സിമ്പിളാണ്. ഇത് ആക്ച്വലി ഒരു എയർ ടൈറ്റ്, വാട്ടർ ടൈറ്റ് ആണ്. കുറച്ചൊക്കെ വാട്ടർ ലീക്ക് ചെയ്യാറുണ്ട്, പക്ഷേ ഇൻസ്പൈറ്റ് ഓഫ് ദാറ്റ് ജനറലി വാട്ടർ ടൈറ്റ് ഇൻറ്റഗ്രിറ്റി ഉള്ളതാണ്. നമ്മൾ വേറെ ഏത് ലഗേജ് കൊണ്ടുപോയാലും ആക്ച്വലി അത് വാട്ടർ ടൈറ്റ് ആവത്തില്ല. അൺടിൽ അൺലെസ് ഇറ്റ്സ് ഹാർഡായിട്ടുള്ള ടോപ്പ് കേസ് ആണെങ്കിൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. സോ ജനറലി ആൾക്കാർ ഹാർഡ് പാനേഴ്സും കൊണ്ടുപോകാറുണ്ട്, പക്ഷേ ലഡാക്ക് പോലത്തെ ടെറൈനിൽ എനിക്ക് പ്രിഫറബിൾ അല്ല ഹാർഡ് പാനേജ്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഡോണ്ട് യൂസ് ഇറ്റ്, സെക്കൻഡ്ലി ഐ ഡോണ്ട് ക്യാരി ഇറ്റ്. രണ്ടാമത്തെ ലഗേജ് അത് ഞാൻ എൻ്റെ മേത്ത് കൊണ്ടുപോകാൻ പോകുന്നതാണ് ഈ ഒരു ചെറിയ ബാഗ്. അത് ഞാൻ എൻ്റെ തോളത്ത് തൂക്കിയിട്ടായിരിക്കും കൊണ്ടുപോകാൻ പോകുന്നത്. അതിനകത്തുണ്ടായിരിക്കും ഈ ഹൈഡ്രേഷൻ ബ്ലാഡർ ആൻഡ് സം അമൗണ്ട് ഓഫ് സ്നാക്സ്. ബേസിക്കലി ഞാൻ എവിടെയെങ്കിലും നിന്ന് എനിക്ക് കുറച്ച് വിശക്കുന്നു തോന്നുവാണെങ്കിൽ ജസ്റ്റ് ടു സാറ്റിസ്ഫൈ മൈ ഹങ്കർ, ആ സമയത്ത് കുറച്ച് സ്നാക്ക് ബാർസ് ഉണ്ട്, അതും കൊണ്ടുപോകുന്നതായിരിക്കും. മൂന്നാമത്തെ സെറ്റ് ഓഫ് ലഗേജസ് ആണ് ബേസിക്കലി എൻ്റെ സാഡിൽ ബാഗ് സെറ്റ്. ഒന്ന് ലെഫ്റ്റോ ഒന്ന് റൈറ്റോ ആയിരിക്കും. ഇത് 70 liters കപ്പാസിറ്റി വരുന്ന വയാടൈറൻ എന്ന ബ്രാൻഡിൻ്റെ ലേ സാഡിൽ ബാഗ്സ് ആണ്. സാഡിൽ ബാഗിൻ്റെ പേര് തന്നെ ലേ ആണ്. ബേസിക്കലി ലേ പോകുന്ന ആൾക്കാർ കുറേ ലഗേജൊക്കെ കൊണ്ടുവരണം എന്നുള്ള അവർക്കറിയാം ബ്രാൻഡിന്. സോ ദേ ഹാവ് മെയ്ഡ് ഇറ്റ് എ 70 liter കപ്പാസിറ്റി. 35 ഇതിനകത്തായിരിക്കും എൻ്റെ ഭൂരിഭാഗം സാധനങ്ങളും ഞാൻ പാക്ക് ചെയ്യാൻ പോകുന്നത്. നമ്പർ 4 എൻ്റെ ലഗേജ് സിസ്റ്റത്തിൽ വരുന്നതാണ് ഈ ടെയിൽ ബാഗ്. ബേസിക്കലി പില്ലിൻ്റെ സീറ്റിൽ വെക്കാൻ പറ്റുന്ന പോലത്തെ ഒരു ബാഗാണ്. എല്ലാ ദിവസവും ഞാനൊരു 12 അല്ലെങ്കിൽ 14 മണിക്കൂർ ഞാൻ റൈഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എവറി ഈവനിങ് ഞാൻ വന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഹോട്ടലിൽ പോയി എല്ലാ ലഗേജും ഇതുപോലെ ഊരി വെച്ച് ഉപയോഗിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ രാവിലെ വന്ന് തിരിച്ച് ഇതെല്ലാം കെട്ടി വെച്ച് പോകുമ്പോഴത്തേക്ക് ഒരു സമയം ഭയങ്കര മെനക്കേടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഇതിനകത്തായിരിക്കും എൻ്റെ എമർജൻസി യൂസ് അല്ലെങ്കിൽ ഡെയിലി യൂസ് എന്നുള്ള സാധനങ്ങളുള്ള ചില സാധനങ്ങളുണ്ട്. ഇല്ലെങ്കിൽ റൈഡ് സമയത്ത് ആവശ്യം വരുന്നത് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇതിനകത്തായിരിക്കും പോകാൻ പോകുന്നത്. സോ ഫൈനലി ഇതാണ് ലാസ്റ്റ് സെറ്റ് ഓഫ് ബാഗ്, ഫിഫ്ത്ത് സെറ്റ് ഓഫ് ലഗേജ്. എൻ്റെ ക്രാഷ് ബാർ ബാഗ്സ് ആണ് ഫ്രം എ ബ്രാൻഡ് കോൾ റാഗിയർ. റാഗിയറിൻ്റെ ക്രാഷ് ബാർ ബാഗും ടെയിൽ ബാഗും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് വരാൻ പോകുന്നതോ അല്ലെങ്കിൽ വെക്കാൻ പോകുന്ന സാധനങ്ങൾ ബേസിക്കലി ദോസ് വിച്ച് ഐ ഹോപ്പ് ഐ നെവർ യൂസ് ഇൻ ദ എൻറ്റയർ 30 months, ബട്ട് ഇറ്റ് ഷുഡ് ബി ഇൻ എ പ്ലേസ് ദറ്റ് ഇറ്റ് ഈസ് ഈസിലി ആക്സസിബിൾ. അതാണ് ഇതിനകത്ത്. സോ വാട്ട് ഐ വിൽ ഡു, ഞാൻ ഹാവ് എക്സ്പ്ലെയിൻ ഫ്രം ഹിയർ ആൻഡ് ഗോ ബാക്ക്വേർഡ്സ് എന്തൊക്കെ സാധനങ്ങൾ ഞാൻ കൊണ്ടുപോകുന്നതെന്ന്. സോ ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് ഐ വോണ്ട് ടു ക്യാരി ദോസ് തിങ്സ് വിച്ച് ഐ നെവർ യൂസ്. ഐ നെവർ ഹാവ് ടു യൂസ്. അങ്ങനത്തെ ലൈഫിലൊരു സിറ്റുവേഷൻ വരല്ലേ ഈശ്വരനോട് പ്രാർത്ഥിക്കാം എന്നല്ലാതെ അങ്ങനത്തെ ചില കാര്യങ്ങളാണ്. അതിനകത്ത് ഒന്നാണ് ഈ പറഞ്ഞ അമച്ചി ഓട്ടോൻ്റെ പഞ്ചർ റിപ്പയർ കിറ്റ്. സോ വണ്ടി പഞ്ചർ ആവലേന്ന് പ്രാർത്ഥിക്കാം.
അതിൻ്റെ കൂടെ തന്നെ എനിക്കൊരു ഈ പറഞ്ഞ യെല്ലോ ബോക്സ് പറഞ്ഞത് ഒരു LN കീ സെറ്റാണ്. പിന്നെ ഒരു സ്പാനർ സെറ്റ്, പിന്നെ ഒരു പ്ലയർ, ഇതുപോലത്തെ ചില ടൂൾസൊക്കെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. എന്തെങ്കിലും പൊട്ടിയൊക്കെ പോവുകയാണെങ്കിൽ അതൊക്കെ കെട്ടി വെക്കാൻ ഒരു സെറ്റ് ഓഫ് കേബിൾ ടൈസ്, വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ബാറ്ററി കമ്പാർട്ട്മെൻറ്റിൽ എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ, ബാറ്ററിയൊക്കെ റീപ്ലേസ് ചെയ്യാൻ വരുവാണെങ്കിൽ ഒരു ഹാൻഡിൽ 10 സൈസും പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവറും അഡീഷണലി കൊണ്ടുപോകുന്നുണ്ട്. ഇത് മാത്രമല്ല, നമ്മൾ ദിവസം റൈഡ് ചെയ്യുന്ന നേരത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സാധനമാണ് ചെയിൻ ക്ലീൻ ചെയ്യുക, ലൂബ് ചെയ്യുക എന്നുള്ള പരിപാടി. എല്ലാ ദിവസവും ഇതൊക്കെ എടുത്ത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. സോ എമർജൻസി യൂസുള്ള സാധനം മാത്രം ഞാൻ ടെയിൽ ബാഗിൽ വെക്കുന്നുണ്ട്. ഇതെല്ലാം അഡീഷണലാണ്. ഇത് അഡീഷണൽ വെച്ചോണ്ട് ഇവിടുന്ന് കൊണ്ടുപോയി 30 ഡേയ്സ് ഉള്ളതുകൊണ്ട് ഓൾമോസ്റ്റ് എവറി ഡേ ചെയ്യേണ്ട കാര്യമാണ് ലൂബിങ്ങും ക്ലീനിങ്ങും. ബിക്കോസ് ഓൾമോസ്റ്റ് 500-600 കിലോമീറ്റേഴ്സ് പ്ലസ് ആയിരിക്കും ഡെയിലി റൈഡിങ്. ഈവൻ ഇൻ ലഡാക്കിൽ പോലും കുറേ കൂടുതലായിരിക്കും റൈഡിങ്. സോ അതുകൊണ്ടാണ് ഈ എക്സ്ട്രാസ് ഞാൻ ക്യാരി ചെയ്യുന്നത്. ഓൾ ദീസ് വിൽ ഗോ ഇൻ ടു ദീസ് 2 ബാഗ്സ്. ഈ 2 ബാഗിൽ പോകും. ഇതായിരിക്കും അതിൻ്റെ കാരിയർ. ഇതാണ് മൗണ്ട് ചെയ്യുന്ന ക്രാഷ് ബാഗ്. ഈ ലഗേജ് എല്ലാം മൗണ്ട് ചെയ്തതിന് ശേഷം ഞാൻ ഒന്നുകൂടെ കാണിക്കാം ഹൗ ഡസ് ദി ഹോൾ സെറ്റപ്പ് ലുക്ക് ലൈക്ക്. ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ഇറ്റ്. ബട്ട് ഫോർ ദ ടൈം ബിങ് എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് പാക്ക് ചെയ്യുന്നത്. സോ നമ്പർ 4 പറഞ്ഞതായിരുന്നു ഈ ടെയിൽ ബാഗിൽ കൊണ്ടുവന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? ഡെയിലി യൂസ് ഒരു ടവൽ, ഹെൽമെറ്റ് ക്ലീനിങ് സൊല്യൂഷൻ, കുറച്ച് സൺസ്ക്രീൻ, ക്ലീനിങ് സൊല്യൂഷൻസ്. അതാണ് ഒരു ജാക്ക്, ബേസിക്കലി ടയർ ലിഫ്റ്റ് ചെയ്യാനുള്ള ജാക്ക്. ഇത് വളരെ ആവശ്യമാണ്. ബിക്കോസ് എവറി ഡേ നമ്മുടെ വണ്ടിക്ക് സെൻറ്റർ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് ഈ ജാക്ക് വെച്ചാണ് റിയർ വീൽ പൊക്കേണ്ടത്. ഒരു ക്ലീനിങ് ബ്രഷ്, കുറച്ച് ഹാൻഡ് സാനിറ്റൈസർ, പിന്നെ ഒരു ഫേസ് ക്ലീൻ ചെയ്യാനുള്ള ടിഷ്യൂസ് ആൻഡ് ഓൾ ദാറ്റ്. ഒരു സെറ്റ് ഓഫ് ചപ്പൽ, ദിവസം ഉപയോഗിക്കേണ്ടി വരും ഹോട്ടലിൽ ചപ്പൽ. ടോയ്ലറ്ററി കിറ്റും പിന്നെ കുറച്ച് കോസ്മെറ്റിക്സും. ബേസിക്കലി നമ്മൾ സണ്ണിലൊക്കെയാണ് ഓടിക്കാൻ പോകുന്നത്. മഴയത്തും വെയിലത്തും നല്ല റൈഡിങ് ഉണ്ടായിരിക്കും. സോ ആ സമയത്തുള്ള സൺസ്ക്രീമും, ബേസിക്കലി സെറ്റ് സോപ്പ്, സെക്യൂറിംഗ് റോപ്പ്, ഒരു സെറ്റ് ഓഫ് സെക്യൂറിംഗ് റോപ്സ്. ദ റീസൺ ഐ എം യൂസിങ് ദ സെക്യൂറിംഗ് റോപ്സ് ഇസ് ബിക്കോസ് ഏതെങ്കിലും ലഗേജ് എവിടെയും വെച്ചൊക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ അതിൻ്റെതായിട്ടുള്ള കേബിൾ, ദേ ഹാവ് ദെയർ ഓൺ കേബിൾസ്. ആ കേബിൾ വെച്ചാണ് നമ്മൾ ലഗേജ് സെക്യൂർ ചെയ്യുന്നത് ഓൺ ടു ദ മോട്ടോർ സൈക്കിൾ. പക്ഷേ അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ദെൻ വി വിൽ യൂസ് ദിസ്. അതല്ലാതെ ഈ 3 എണ്ണമാണ് ബേസിക്കലി എൻ്റെ റെയിൻ ലൈനേഴ്സ്. ഇത് എൻ്റെ ടോപ്പ് ആയിരിക്കും, ടോപ്പ് റെയിൻ കോട്ട്. അതെൻ്റെ ബോട്ടം ആയിരിക്കും റെയിൻ കോട്ട്. ഇതിനൊരു ബൂട്ട് കവർ ഇൻറ്റഗ്രേറ്റഡ് ആണ്, അതുകൊണ്ട് ബൂട്ട് ഓട്ടോമാറ്റിക്കലി കവർ ആവും. ആൻഡ് ദിസ് ഇസ് മൈ റൈഡിങ് പാൻസിൻ്റെ ഇന്നർ ലൈനർ. സോ ഇത് ഡയറക്റ്റ്ലി അറ്റാച്ച് ചെയ്യാം ആൻഡ് ദെൻ ഐ ക്യാൻ ഡയറക്റ്റ്ലി സ്റ്റാർട്ട് യൂസിങ് ഇറ്റ്. ഒരു ക്ലീനിങ് ക്ലോത്ത്, ആക്ച്വലി 2 ഞാൻ കരുതുന്നുണ്ട്. ഇമീഡിയറ്റ് ചേഞ്ച് ഓഫ് അണ്ടർ ഗാർമെൻറ്റ്സ്. ദെൻ സ്പാൻടെക്സ് ബ്രാൻഡിൻ്റെ ഒരു എന്താ പറയുകയാണ്, ഒരു ടൈറ്റ്സ് ആണ് ഇത്. ബേസിക്കലി ഇത് ഇന്നർ ലൈനറായിട്ട് യൂസ് ചെയ്യാൻ പോവാണ് ഫുൾ എൻറ്റയർ റൈഡ്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഒരിക്കലും കോട്ടൺ യൂസ് ചെയ്യരുത്. യു ഷുഡ് യൂസ് സംതിങ് ലൈക്ക് എ സ്പാൻടെക്സ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. പോളി യൂരിത്തലൈൻ ലൈനിങ് ഉള്ള സാധനങ്ങളാണ് ഇത്. ഷുഡ് യൂസ് ദിസ്. ആൻഡ് ദെൻ എക്സ്ട്രാ സെറ്റ് ഓഫ് സോക്സ്, ഒരു എക്സ്ട്രാ സെറ്റ് ഓഫ് ഗ്ലൗസ് ഞാൻ ഇതിനകത്ത് വെക്കുന്നുണ്ട്. ഈ ഗ്ലൗസ് തന്നെ ആയിരിക്കും ആക്ച്വലി ഞാൻ റൈഡ് ഔട്ട് ചെയ്യാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ഒരു ദിവസം. ആൻഡ് ദിസ് ഇസ് എ വിൻ്റർ ഗ്ലൗസ്. ബേസിക്കലി മഴക്കാലത്തിലാണ് ഇപ്പോൾ ഈ റൈഡിങ് നടക്കുന്നത്. ഈവൻ ഞാൻ എൻക്വയറി ചെയ്ത് നോക്കിയപ്പോൾ പോലും ഹൈദരാബാദ്, ആഗ്ര, ഡൽഹി റൂട്ടിൽ പോലും നല്ല മഴയുണ്ട്. സോ ഒരു എക്സ്ട്രാ റെയിൻ ഗ്ലൗസ് ഞാൻ കൈ വെക്കുന്നു. ഇൻ കേസ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് അത് ഫ്ലിപ്പ് ഓപ്പൺ ചെയ്ത് ഗ്ലൗസ് എടുക്കുക, ഉപയോഗിക്കുക. ഇതെൻ്റെ ട്രാവൽ ടോയ്ലറ്റ് കിറ്റാണ്. ബേസിക്കലി ഇതിനകത്താണ് എൻ്റെ ബ്രഷും കാര്യങ്ങളും ഇതെല്ലാം ഉള്ളത്. ഒരു ജോഡി ഡ്രസ്സ്, എവിടെയാണോ താമസിക്കുന്നത് ആ രാത്രി അതിട്ടുകൊണ്ട് നടക്കാൻ. ദാറ്റ്സ് ഇറ്റ്. ഇതെല്ലാം പറഞ്ഞപ്പോൾ ഞാനൊരു ചെറിയൊരു ലഗേജ് മറന്നു. ഇതെൻ്റെ തൈ ബാഗാണ്. നമ്മുടെ ബോഡിയിലെ തൈസിലാണ് ഇത് അറ്റാച്ച് ചെയ്യുന്നത്. അതിനകത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ആവശ്യമുള്ള എന്തെങ്കിലും ലൈക്ക് പേഴ്സോ, ഒരു മുഖത്ത് തുടയ്ക്കാനുള്ള തുണിയോ, അതുപോലത്തെ കാര്യങ്ങൾ, പിന്നെ എന്തെങ്കിലും സ്ട്രെപ്സിൽസോ, ഒരു ചീപ്പോ, ഇതുപോലത്തെ ബേസിക് കാര്യങ്ങൾ മാത്രം വെക്കാൻ അതൊരെണ്ണം യൂസ് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ സെക്കൻഡ് സെറ്റ് ഓഫ് ലഗേജ്, അതായത് നമ്മുടെ മെയിൻ സാഡിൽ ബാഗ്സിനെ കുറിച്ച് നോക്കാം. ഇതിനകത്താണ് എല്ലാ മേജർ ലഗേജും വരാൻ പോകുന്നത്. ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ആയിരിക്കും ഇത് സത്യത്തിൽ തുറന്ന് ഇതിനുള്ള കാര്യങ്ങൾ ഞാൻ വെളിയെടുക്കാൻ പോകുന്നത്. കൊണ്ടുവന്ന സാധനങ്ങൾ ഒരു ചെറിയ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അതല്ലാതെ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ടീഷർട്ട്സും കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് ഇരിക്കുന്നത്. പിന്നെ ഒരു ജോഡി ഞാൻ ഒരു ഐറ്റ്ലിങ് ഒരു 8 എണ്ണമെങ്കിലുണ്ട് എൻ്റെ ബലാക്ലാവേഴ്സ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബലാക്ലാവേഴ്സ് ബേസിക്കലി തലയിടുന്ന സാധനമാണ്. അത് ഇട്ട് കഴിഞ്ഞാണ് നമ്മൾ ഹെൽമെറ്റ് മൗണ്ട് ചെയ്യുന്നത് തലയിലേക്ക്. ബേസിക്കലി നമ്മുടെ ശരീരവും ഹെൽമെറ്റിൻ്റെ ഇടയിലുള്ള ഒരു ചെറിയ ക്ലോത്തിങ് ലെയറാണിത്. ഇതിൽ നല്ലപോലെ സ്വെറ്റ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ദിവസവും നമ്മൾ വാഷ് ചെയ്യും, ക്ലീൻ ചെയ്യേണ്ടി വരും, ലൈക്ക് യുവർ ഓൺ സോക്സ്. പക്ഷേ വാട്ട് ഐ എം പ്ലാനിങ് ടു ഡു ഇസ് ദാറ്റ് മേ ബി 2-3 ദിവസം കഴിഞ്ഞ് ഐ വിൽ കീപ് ചേഞ്ചിങ് ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് ഒരു എക്സ്ട്രാ ജോഡി ഞാൻ എടുത്തുകൊണ്ട് പോവാണ്. ബലാക്ലാവ അല്ലാതെ കുറച്ച് എക്സ്ട്രാ ലൈനിങ് ക്ലോത്ത്സും ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. ഒരു എക്സ്ട്രാ പെയർ ഓഫ് ടവൽ, ഒരു സ്കൾ ക്യാപ്പ്.
മെഡിക്കൽ കിറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇസ് മെഡിക്കൽ കിറ്റ്. നിങ്ങൾക്ക് ആവശ്യമുള്ള മരുന്നുകൾ ഏതെങ്കിലും ഒരു ഡോക്ടറെയൊക്കെ കൺസൾട്ട് ചെയ്ത് ആവശ്യമുള്ള മരുന്നുകൾക്ക്, ചില സമയം നമ്മൾ പോകുന്ന റൈഡിലെ സ്ഥലങ്ങളിലൊന്നും അത്രയും ഈസി ആക്സസിബിൾ ഡോക്ടേഴ്സ് ഒന്നും കാണില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് കോൾ എ ഫ്രണ്ട് ടൈപ്പ് ആരെങ്കിലും ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ, ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ വിളിച്ചിട്ട് അവർ പറയുന്ന മരുന്ന് ബേസിക്കലി നമുക്ക് പോയി കൊണ്ടുവരാൻ പറ്റത്തില്ലായിരിക്കും. അതുപോലത്തെ സിറ്റുവേഷൻസൊക്കെ ഞാൻ പെട്ടിട്ടുണ്ട് പണ്ടും. എക്സാമ്പിൾ പെഹൽഗാം 2023 ഞാൻ അങ്ങനെ പെട്ടിട്ടുണ്ട്. ബട്ട് ദിസ് ടൈം വാട്ട് ഐ എം ഡൂയിങ് ഇസ് ദാറ്റ് എനിക്ക് വരാൻ പറ്റിയുള്ള അസുഖങ്ങളുടെ ഉള്ള എല്ലാ മരുന്നുകളും ഇതിനകത്തുണ്ട്. ഫോർ എക്സാമ്പിൾ ഹെഡ് ഏക്ക്, ഫീവർ, വയറിന് അസുഖം, ലൂസ് മോഷൻസ്, എന്താണോ സാധാരണ എനിക്ക് വരുന്ന അസുഖങ്ങൾ അതിൻ്റെ എല്ലാ മരുന്ന് ഞാൻ ഒരു ജോഡി ഞാൻ വാങ്ങിച്ച് ഓൾറെഡി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു എക്സ്ട്രാ ക്യാരിങ് ബാഗ്, എന്തെങ്കിലും പൊട്ടിപ്പൊളിഞ്ഞ് പോവുകയാണെങ്കിൽ ഇല്ലെങ്കിൽ തുണി വൃത്തിയിടാവുകയാണെങ്കിൽ അത് കൊണ്ടുപോകാൻ. ഒരു എക്സ്ട്രാ ഗ്ലൗസ്, ബേസിക്കലി ഈ ഗ്ലൗസ് ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇൻ കേസ് ആ ഗ്ലൗസ് എന്തെങ്കിലും കീറി പറഞ്ഞു പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് വരുവാണെങ്കിൽ ഈ ഗ്ലൗസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഒരു തോർത്ത്, നാടൻ തോർത്ത് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ്. ഈ സാഡിൽ ബാഗിൽ വരാൻ പോകുന്ന ചില കാര്യങ്ങളാണ് ഇത്, വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ജമ്മു ആൻഡ് കശ്മീർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി ഭയങ്കര സ്ലഷി റോഡ്സ് ആയിരിക്കും. റോഡ് കാണില്ല, ചെളി മാത്രമേ കാണുള്ളൂ. അങ്ങനത്തെ സ്ഥലത്തൂടെ വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബൂട്ട്സിനകത്ത് വെള്ളം കയറി ബൂട്ട്സ് മുഴുവൻ നനഞ്ഞ് നശിച്ച് നാരായണക്കല്ലാം. അപ്പോൾ ഇതൊരു റെയിൻ ഷൂ കവർ വാങ്ങിച്ചിടുവാണെങ്കിൽ ഓൾമോസ്റ്റ് ആങ്കിൾ ലെങ്ത്തിൽ ഒരു കവർ കിട്ടും. നമ്മുടെ ബൂട്ട്സും പ്രൊട്ടക്റ്റഡ് ആവും, നമ്മുടെ ഡ്രസ്സും പ്രൊട്ടക്റ്റഡ് ആവും. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. വെരി ചീപ്പ് ആക്ച്വലി ഇൻ ആമസോൺ. ഒരു 500-600 രൂപയ്ക്കൊക്കെ കണ്ടാൽ തോന്നുന്നത് കിട്ടുന്നത്. ഒരു ജീൻസും ഒരു പാൻറ്റും എക്സ്ട്രാ ക്യാരി ചെയ്യുന്നു. എന്നാൽ ലഡാക്കിൽ പോലും നല്ല തണുപ്പുണ്ടായിരിക്കും. എത്രമാത്രം ഈ ജീൻസ് കൊണ്ടൊക്കെ നടക്കുമെന്ന് അറിയത്തില്ല. ബട്ട് വട്ട് ഐ എം ഗോയിങ് ടു ഡു ഇസ് ദാറ്റ് ഐ എം ക്യാരിങ് എ ബിഗ് ഫ്ലഫി ജാക്കറ്റ്. ഇത് ഒരു ടെസ്റ്റഡ് ഐറ്റമാണ് എൻ്റെ ഫാമിലിയിൽ ആക്ച്വലി. ഇതിന് മുമ്പ് എൻ്റെ ഫാദറിനുള്ള യൂസ് ചെയ്തതാണ്, അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നു. കുറേ കോൾഡ് ക്ലൈമറ്റിൽ ഞങ്ങൾ രണ്ടുപേരും പോയിട്ടുള്ളതുകൊണ്ട് വെരി വെൽ സസ്റ്റെയിനിങ് ഒരു സാധനമാണ്. അതിനാണ് ഇത് മാത്രം എത്തിച്ചിരിക്കുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഒരു ഷോൾ, ഒരു പശ്മീനയുടെ ഷോളുണ്ട്. ജസ്റ്റ് ബിക്കോസ് ഇൻ കേസ് ഭയങ്കരമായിട്ട് തണുപ്പ് കൂടുവാണെങ്കിൽ അത് കൂടും. ബിക്കോസ് ലഡാക്കിൽ ഡേ ടൈമിൽ ഭയങ്കര ചൂടാണെങ്കിൽ നൈറ്റ് ടൈമിൽ നല്ല തണുപ്പായിരിക്കും. ഇതൊരു വിൻ്റർ ഗ്ലൗസ് എന്ന് പറയാൻ പറ്റില്ല. ബട്ട് എൻഡ് ഓഫ് ദ ഡേ ഇൻ കേസ് നമ്മൾ ലഡാക്കിൽ ക്യാമ്പൊക്കെ ചെയ്യുന്ന സമയത്ത്, അതായത് പാങ്ങോങ് സോ ലേക്കിൻ്റെ അടുത്തൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ചുമ്മാ പോയി ഒരു ഗ്ലാസ് ടംബ്ലറൊന്നും പിടിക്കാൻ പറ്റില്ല, അത്രയും തണുപ്പായിരിക്കും അവിടെ. സോ ജസ്റ്റ് ഒരു ലെയർ ഇത് ഒരെണ്ണം എക്സ്ട്രാ എടുക്കുന്നുണ്ട്. ഒരു ജോഡി എക്സ്ട്രാ ബർമുഡാസും പിന്നെ ഒരു ഫുൾ ബാഗ് ഫുൾ ഓഫ് സോക്സും ഈ പറഞ്ഞ അണ്ടർ ഗാർമെൻറ്റ്സ് ഇതുപോലത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് ഇതൊന്നും അത്രയും സ്പേസ് എടുക്കില്ല. പക്ഷേ ഇത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ബുദ്ധിമുട്ട് കിട്ടും. ഓൺ എ സ്ട്രെച്ച് ഓഫ് 30 days എവിടെയെങ്കിലും വെച്ച് നമുക്ക് ബുദ്ധിമുട്ട് കിട്ടിയാൽ നമുക്ക് പുതിയത് വാങ്ങിക്കാനും യൂസ് ചെയ്യാനൊക്കെ നല്ല സമയമെടുക്കും. നല്ല ഗിവ്സ് യു ലോട്ട് ഓഫ് ട്രബിൾ. അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. And finally, in the top case not all sensitive electronic equipments including my cameras, main GoPro, Insta360, പിന്നെ ഒരു സെറ്റ് ഓഫ് ട്രൈപോഡ്സ്, പിന്നെ ഒരു ഫുൾ ബാഗ് ഓഫ് ഇലക്ട്രോണിക് ഗിയേഴ്സ്. അതായത് ഇപ്പോൾ വയറുണ്ട്, ഇതിനകത്ത് പോർട്ടബിൾ ആയിട്ടുള്ള പവർ ബാങ്ക് ഉണ്ട്. 2 പവർ ബാങ്കാണ് കൊണ്ടുവന്നത്. ഒന്ന് 30,000 ഒന്ന് 20,000. ബിക്കോസ് നമ്മൾ ഡ്രോണൊക്കെ ഫ്ലൈ ചെയ്യാൻ നേരത്തെ നല്ലപോലെ ബാറ്ററി ഡ്രോപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ ദാറ്റ്സ് ദ റീസൺ 2 സെറ്റ്, കുറേ സെറ്റ് ഓഫ് കേബിൾസും ഇതെല്ലാം ഉണ്ട്. അപ്പാർട്ട് ഫ്രം ദിസ് പറഞ്ഞ പോലെ തന്നെ ആ ലാപ്ടോപ്പും ആ കുറേ ഇരിക്കുന്ന ഹാർഡ് ഡ്രൈവ്സ് ഇതെല്ലാമാണ് ഈ ബോട്ടമിലേക്ക് പോകാൻ പോകുന്നത്. സോ ഇത്രയും ഇലക്ട്രോണിക് സാധനങ്ങൾ ഇതിനകത്ത് മാത്രമുണ്ട്. ഞാനൊരു സ്പെഷ്യൽ പ്രൊഫഷണൽ ക്യാമറ ഇതുവരെ യൂസ് ചെയ്യാറില്ല. അതുണ്ടെങ്കിൽ അതും ഇതിനകത്ത് കയറിയാനേ. ബിക്കോസ് ഓൾ ഇലക്ട്രോണിക്സ് നീഡ് ടു ബി പ്രൊട്ടക്റ്റഡ്. എന്ത് പറഞ്ഞാൽ ഈ തുണിപരമായുള്ള സാധനങ്ങളിൽ നമുക്കിത് വെക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ഒന്ന് മഴ അടിച്ചു കഴിഞ്ഞാൽ ദർ ഇസ് എ ഗുഡ് ചാൻസ് അതിനകത്തേക്ക് വെള്ളം കയറാനുള്ളത്. ഇത്രയൊക്കെ പറഞ്ഞാലും നല്ല റെയിൻ ലൈനിങ് ഇന്നർ ആ ഗ്രേ കളർ ലൈനിങ് പറഞ്ഞത് വളരെ ഒരു ഇൻസുലേറ്റിംഗ് റെയിൻ ലൈനിങ് ആണ്. അത് നമുക്കിങ്ങനെ ചുരുട്ടി വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒട്ടും പോകാറില്ല. പക്ഷേ എവിടെയെങ്കിലും വെച്ച് വെള്ളം കയറിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ലിറ്റിൽ ഡേഞ്ചറസ്. മോർ ഓവർ ഇതെല്ലാം ഇമ്മീഡിയറ്റ് യൂസ് ആണ്. ഒരു ദിവസം നമ്മൾ 12 മണിക്കൂർ യാത്ര ചെയ്യാൻ നേരത്തെ ഞാൻ എപ്പോഴും ഈ ഒരു കമ്പാർട്ട്മെൻറ്റ് തുറന്നുകൊണ്ടേയിരിക്കും. ഇതിനകത്ത് നിന്ന് തന്നെ ആയിരിക്കും ഞാൻ ക്യാമറ എടുക്കുന്നത്, ബാറ്ററീസ് റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലത്തുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ആണ് ഈ ഒരു ടോപ്പ് കേസ് തന്നെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വെച്ചത്. അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വെക്കണമെങ്കിൽ വെക്കാം. പക്ഷേ ഇറ്റ് മൈറ്റ് ബി എ ലിറ്റിൽ ഡിഫിക്കൽട്ട് ഓൺ ദ റോഡ്. നമ്മൾ കുത്തിയിരുന്ന് ഈ പറഞ്ഞ ബാഗെല്ലാം തുറന്ന് അതിൽ നിന്നുള്ള സാധനമൊക്കെ എടുത്ത് വരുമ്പോൾ തുണി മാറ്റണം, അത് ഇത്. സോ ഓർഗനൈസിങ് യുവർ സ്റ്റഫ് അറൗണ്ട് എവറി ഡേ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. സോ if you have a logic, well and good. സോ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന റൈനോക്സിൻ്റെ എയർ GT ജാക്കറ്റും പിന്നെ എൻ്റെ ടാർമാക്കിൻ്റെ റൈഡിങ് ട്രൗസേഴ്സ് ഇതായിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നത് പ്രൈമറിലി ഫോർ ദ നെക്സ്റ്റ് മോർ ദാൻ 25 days ഓഫ് മൈ റൈഡ്. 24 മണിക്കൂർ ഇപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത് എക്സെപ്റ്റ് ഫോർ സ്ലീപ്പിംഗ് സമയമല്ലാതെ എല്ലാ ടൈമും യൂസ് ചെയ്യാൻ പോകുന്ന ഒരൊറ്റ ജോഡി ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇത്രയ്ക്ക് സാധനമാണ് ഞാൻ ലഡാക്കിന് കൊണ്ടുവന്നത്. ഐ എം നോട്ട് ഷുവർ എന്തെങ്കിലും ഞാൻ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും.
മോസ്റ്റ് ലൈക്ലി പല കാര്യങ്ങളും ഞാൻ മിസ് ചെയ്തിട്ടുണ്ടായിരിക്കും, ബിക്കോസ് ദർ ആർ ലോട്ട് ഓഫ് ഗൈസ് ഹു ഗോ ഫ്രം കേരള ടു ലഡാക്ക് ഓൺ എ മോട്ടോർ സൈക്കിൾ റൈഡ്. പക്ഷേ എന്നാൽ അവരെന്തൊക്കെ ക്യാരി ചെയ്യുന്നു എന്നുള്ള കാര്യം ഞാൻ പല മോട്ടോ വ്ളോഗേഴ്സിൻ്റെ ആയിട്ടും ചെക്ക് ചെയ്തപ്പോഴും അവരുടെ യൂട്യൂബ് ചാനൽസ് ഇതൊന്നും കാണാൻ കിട്ടിയില്ല. സോ ദാറ്റ്സ് വൈ ഐ തോട്ട് മേ ബി ലെറ്റ് മീ ഡിസ്കസ് ദിസ് ഇഷ്യൂ. അതായത് നമ്മൾ എന്തൊക്കെയാണ് ക്യാരി ചെയ്യേണ്ടത്. ടു മച്ച് ഓഫ് ലഗേജ് ഒരു പ്രോബ്ലമാണ്, എന്നാൽ ടു ലെസ് ഇസ് ഓൾസോ എൻ ഇഷ്യൂ. സോ വി ഹാവ് ടു സ്ട്രൈക്ക് എ ബാലൻസ്. അത് ബാലൻസ് എന്ന് പറഞ്ഞ സാധനം വരുന്നത് നമ്മൾ കുറേ റൈഡ് എക്സ്പീരിയൻസസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് വരുന്നത്, ഇത്ര ദിവസത്തെ റൈഡിന് പോവുകയാണെങ്കിൽ ഇത്ര ലഗേജ് കൊണ്ടുപോയാൽ മതി എന്നുള്ളത്. വളരെ ഡിഫിക്കൽട്ട് വെതറിലായിരിക്കും ഈ മോട്ടോർ സൈക്കിൾ റൈഡ് ഫുൾ നടക്കാൻ പോകുന്നത്, ബിക്കോസ് ഓൾറെഡി മോൺസൂൺസ് ആർ ഹിയർ. നോർത്ത് ഇന്ത്യയിലും മോൺസൂൺസ് സെറ്റായി കഴിഞ്ഞു. സോ നമ്മൾ ശ്രീനഗർ എത്തുന്നവരെ അല്ലെങ്കിൽ കാർഗിൽ എത്തുന്നവരെ ഫുൾ റെയിൻ ആയിരിക്കും. മഴക്കാലത്ത് ഇങ്ങനെ റൈഡ് ചെയ്യുമ്പം കുറേ ബുദ്ധിമുട്ടും, എല്ലാ ദിവസവും നൈറ്റ് ഹോൾട്ട് ചെയ്യണം. അപ്പം അത്രയും ലഗേജസ് എടുക്കണം, ആ ലഗേജസ് പിന്നെ രാവിലെ തിരിച്ച് ഫിറ്റ് ചെയ്യണം, കുറേ ബുദ്ധിമുട്ടുണ്ട്. സോ ഇഫ് യു പ്ലാൻ ഇറ്റ് ആൻഡ് ബി സ്മാർട്ട് അറൗണ്ട് ഇറ്റ്, then I am sure you can get over this issue. So ഇന്ന് രാത്രി 9 മണിക്കാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം കൊച്ചി ടു ബാംഗ്ലൂർ. So see you at 9 in the evening today.